Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഇന്ന് ഡേ 15 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടിയിൽ ഉലുവ ജെല്ലാണ് ട്ടോ ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഉലുവ ജെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഉലുവ ജെല്ലാണ് ട്ടോ. അപ്പോൾ ഉലുവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ട്ടോ. പിന്നെ ഈ ഉലുവ ജെല്ല് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അത് മാത്രമല്ല നമുക്ക് ഇത് തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ് ട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മുടിയിൽ ഉലുവ ജെല്ല് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന മീനൂട്ടിക്ക് ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൂട്ടി നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് മോളെ, ലവ് യു, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അമ്മമാർ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കുട്ടീസ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മീനൂട്ടിക്ക് സന്തോഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ ഉലുവ ജെല്ല് ചെയ്യാം. ഉലുവ ജെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടിയിൽ ഡ്രൈനെസ് ഉണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞിവെള്ളം താളിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലാണ് ഓയിൽ തേച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ട്. പക്ഷെ മുടിയുടെ ടെക്സ്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏതെങ്കിലും പാക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് അധികം ഓയിലൊക്കെ തേക്കണേ, അങ്ങനെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ എക്സസ് ആയിട്ട് ഓയിൽ നിൽക്കുന്നത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല കേട്ടോ. ചിലവരിങ്ങനെ എന്താ പറയുക, മുടി പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഓയിലി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ എന്തായാലും എൻ്റെ മുടിയിൽ കുറച്ച് ഓയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അറിയാലോ ഉലുവയാണ്. ഉലുവ അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. ഉലുവയുടെ കൂട്ടത്തിൽ കഞ്ഞിവെള്ളം ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഞാനിതാ മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം ഓയിൽ നമ്മുടെ മുടിയിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉലുവ ജെല്ല് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഉലുവ ജെല്ല് തയ്യാറാക്കാം. ഉലുവ ജെല്ല് തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള ഉലുവ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഞാൻ പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ കേട്ടോ, നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയുള്ളവരാണ്, നിങ്ങൾക്ക് പാക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണോ 4 സ്പൂണോ അളവിൽ എടുക്കാം കേട്ടോ. എൻ്റെ ഒരു മുടിയുടെ അളവിനാണ് ഞാനിവിടെ 2 സ്പൂൺ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കഞ്ഞിവെള്ളം മുടിക്ക് പറ്റാത്തവരാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്താൽ മതി, കാരണം നമുക്ക് ഒരു ദിവസം ഇത് കുതിർത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പാക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഉലുവയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഉലുവ ഇങ്ങനെ എന്താ പറയുക കട്ടയായിട്ട് അലുവ കഷ്ണം പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ജെല്ല് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുകൊണ്ട് അടിയിലൊക്കെ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ കട്ടയൊക്കെ ഉടച്ച് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. കൈ കൊണ്ട് ഉടയ്ക്കണമെന്നൊന്നുമില്ല. കൈ കൊണ്ട് ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പയിലൊക്കെ അരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സത്ത് മൊത്തമായിട്ട് കിട്ടില്ല. നമ്മളൊരു തുണി ഉപയോഗിച്ച് അരിച്ചാൽ മാത്രമേ ആ ഉലുവയുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് മൊത്തമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളവും ഇങ്ങനെ ഉലുവ ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതായത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉലുവ ജെല്ല് കുറച്ച് തിക്കായിട്ട് തയ്യാറാക്കണം, നല്ല ജെല്ല് ഫോമിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് വെള്ളം കുറച്ച് നിങ്ങൾ ചേർത്താൽ മതി. കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയായാലും റിസൾട്ട് എന്തായാലും നമുക്ക് ഒരുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉലുവ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ ജെല്ല് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ എന്തായാലും നിങ്ങൾ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോകും. നമ്മുടെ പിന്നെ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം കഞ്ഞിവെള്ളം താളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും.
അപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ ഓയിൽ തേച്ചുകൊണ്ട് നമ്മളിപ്പോൾ തേക്കുന്നില്ല. അപ്പോൾ തേക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മുടിയിൽ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ചിട്ട് ഉലുവ ജെല്ല് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. മുടിയിലും തേച്ച് കൊടുക്കണം കേട്ടോ. മുടിയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉലുവ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഓയിൽ നിങ്ങൾ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുടിയിൽ നിന്ന് ആ ഒരു ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയും കഞ്ഞിവെള്ളവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ തേച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ തിക്കായിട്ട് തയ്യാറാക്കുകയാണെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് തേക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ജെല്ലായിട്ട് നമുക്കിങ്ങനെ തേക്കാൻ വേണ്ടി പറ്റും. ഇന്ന് എൻ്റെ പാക്ക് കുറച്ച് ലൂസാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് തിക്കാകുമ്പോൾ നമുക്ക് പാക്കിൻ്റെ അളവ് കുറവായിരിക്കും. കുറച്ച് ലൂസാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തേക്കാനുള്ള പാക്ക് ഉണ്ടാവും. അപ്പം സ്കാൽപ്പിൽ എല്ലാവിടെയും തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഉലുവ ജെൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. എല്ലാവർക്കും അറിയാം ഉലുവ നല്ല തണുപ്പാണ്, അതിന്റെ കൂട്ടത്തിൽ കഞ്ഞിവെള്ളവും നല്ല തണുപ്പാണ്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ പറ്റാത്തവരാണ്, അലർജി പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളിപ്പോഴത്തെ ആ ഒരു ചൂട് കാലാവസ്ഥയൊക്കെ മാറി മഴയുടെ ആ ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പാക്കുകൾ ചെയ്യുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് മുടിയിലും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ആ മുടിയുടെ ടെക്സ്ചർ മാറ്റാനും മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഉലുവ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉലുവ ജെൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുമ്പോഴാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇനി തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴുകുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉലുവ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയാം, അത്യാവശ്യം നല്ല രീതിയിൽ പശപശപ്പുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവ ജെൽ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കെട്ടി വെക്കാൻ പറ്റുക ആ രീതിയിൽ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഉലുവ ജെൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ പറ്റാത്തവരാണെങ്കിൽ സ്കാൽപ്പിൽ ഒരുപാട് അങ്ങോട്ട് തേച്ച് വെക്കണ്ട കേട്ടോ. മുടിയിലൊക്കെ തേച്ചിട്ട് സ്കാൽപ്പിൽ ജസ്റ്റ് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഉലുവ ജെൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുപ്പിച്ച ദിവസങ്ങളിൽ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഉലുവ ആയതുകൊണ്ട് എടുത്ത് പറയുകയാണ്, പശവശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലുവ ജെല്ല് നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉലുവ ജെല്ല് തയ്യാറാക്കുന്നത് ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.